ഇളയ മകൻ ഇനി തന്റെ കൂടെ ഇല്ലെന്ന് ഉമ്മയറിഞ്ഞു. അഹ്സാന്റെ കൊലപാതകം അറിയിച്ചത് 10 ദിവസത്തിന് ശേഷം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ഇളയ മകൻ അഹ്സാന്റെ മരണം ചികിത്സയിലിരിക്കുന്ന മാതാവ് ഷെമിയെ അറിയിച്ചു. സംഭവം നടന്ന 10 ദിവസങ്ങൾക്ക് ശേഷമാണ് മൂത്ത മകൻ അഫാൻ അഹ്സാനെ കൊലപ്പെടുത്തിയ വിവരം ഷെമിയെ അറിയിക്കുന്നത്. ചികിത്സയിലുള്ള വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ബന്ധുക്കൾ വിവരം അറിയിച്ചത്. ഭർത്താവ് റഹീമിന്റെ സാന്നിധ്യത്തിൽ സൈക്യാട്രി ഡോക്ടർമാരടക്കമുള്ള സംഘമാണ് ഷെമിയെ അഹ്സാന്റെ മരണം അറിയിച്ചത്. വിവരം അറിയിച്ചതിന് പിന്നാലെ ICUവിൽ വളരെ വൈകാരികമായ രംഗമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്റെ മകൻ പോയി അല്ലേ എന്നായിരുന്നു ഷെമിയുടെ പ്രതികരണം. വാർത്തയറിഞ്ഞ് ഷെമി പൊട്ടിക്കരഞ്ഞതായും ബന്ധുക്കൾ പറയുന്നു. ഒരു മരണത്തെക്കുറിച്ച് മാത്രമേ ഷെമി അറിഞ്ഞിട്ടുള്ളൂ. മറ്റു വിവരങ്ങൾ അറിയിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഷെമിയെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റു മരണവിവരങ്ങൾ ഷെമി അറിയിച്ചിട്ടില്ല. അതേസമയം കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് അഫാനും പിതാവ് അബ്ദുൾ റഹീമും നൽകിയിരിക്കുന്ന മൊഴികളിലെ വൈരുദ്ധ്യമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്നത്. അഫാൻ പറഞ്ഞതനുസരിച്ച് കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. എന്നാൽ കുടുംബത്തിന് നാട്ടിൽ സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്നുള്ള വിവരം അറിയില്ലായിരുന്നു. തനിക്ക് വിദേശത്ത് 15 ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമേ ഉള്ളൂ എന്നുമാണ് പിതാവ് മൊഴി നൽകിയിരിക്കുന്നത്. മൊഴിയിലെ ഈ പൊരുത്തക്കേട് അവസാനിപ്പിക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളി. ഇതിന് പരിഹാരമായി അഫാനെയും റഹീമിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത തേടുകയാണ് പോലീസ് ഇപ്പോൾ.